എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പിസ്സ സോസ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ 5 മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ല. ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 10-12 അല്ലിയോളം വരും. 2 സവാള, 2 ടൊമാറ്റോ 2, 3, 4 ഒക്കെ എടുക്കാം. പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരുപാട് സ്ലൈസ് ആക്കേണ്ട ആവശ്യമില്ല. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വെറുതെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. തക്കാളി ഇടുമ്പോൾ ഒന്ന് വരിഞ്ഞിട്ടാൽ നന്നായിരിക്കും. ഇത് വെന്ത് വരുമ്പോൾ അതിൻ്റെ തൊലി മാറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെന്ത് വരാൻ പാകത്തിനുള്ള വെള്ളം മതി. ഒരു 1/2 ഗ്ലാസോ 3/4 ഗ്ലാസോ ഒക്കെ മതിയാകും. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ പാകം അനുസരിച്ച് ഒഴിച്ചാൽ മതി. ഞാൻ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൽ 2 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് തണുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇത് കുക്കറിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്ര വെള്ളമാണ് നമുക്ക് ബാക്കി വന്നത്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ മാത്രമേ ഈ വെള്ളം ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഈ തക്കാളിയുടെ തൊലി മാറ്റി കൊടുക്കാം. ഇപ്പോൾ തൊലി മാറ്റാൻ നല്ല എളുപ്പമാണ്. നമ്മൾ വരിഞ്ഞ് വെച്ചിരുന്നത് കൊണ്ട് തൊലി മാറ്റാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ തക്കാളിയുടെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. തക്കാളിയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കിത് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഒരുപാട് മധുരം ഇടണ്ട. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പൊട്ടിത്തെറിക്കും. കുറച്ച് ബാക്കിലോട്ട് നിന്ന് വേണം ഇളക്കാൻ. ഇത് ഒറിഗാനോ പൗഡറാണ്. ഇത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ചേർത്താൽ മതി. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇത് രണ്ടും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിസ്സ സോസ് ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം എരിവ് കുറവ് എന്ന് തോന്നിയാൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരു കളറിന് വേണ്ടിയാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിക്കുന്നുണ്ട്. നാരങ്ങ നീരിന് പകരം വിനാഗിരി ഉപയോഗിച്ചാലും മതി. ഞാൻ 2 തക്കാളിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരല്പം പുളി കുറവ് പോലെ തോന്നി. അതാണ് നാരങ്ങ നീര് 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തത്. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് പുളിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 3-4 തക്കാളിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. ഇത് നന്നായി പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഇളക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കണ്ട. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വറ്റി വരും. ഇത് മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാത്ത പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ലൈക്കണം ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.